ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് റിക്വസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മാത്രം കാണുക. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ജഡ്ജിമെൻറ്റ്, 4 ഓഫ് പെൻറ്റിക്കിൾ, 6 ഓഫ് പെൻറ്റിക്കിൾ, 9 ഓഫ് വാണ്ട്, the emperor, queen of wands. ഇന്ന് രാവിലെ എടുത്ത എനർജിയിലും ഇതുപോലെയാണ് വന്നിരുന്നത്. ഓക്കെ, അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നല്ല രീതിയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അഫർമേഷൻ കൊണ്ടായിരിക്കാം ഇപ്പോഴവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 20, 2, 4, 6, 9, 4, 14, 13. ഓക്കെ, 5, 4 വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്നു. ഓക്കെ, ഈ ഡേറ്റോ മന്തോ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ടോ ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി എടുത്ത് പോയിട്ട് ഇത്ര വർഷമായി അല്ലെങ്കിൽ ഈ മാസത്തിലാണ് പോയത്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയും ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലവ് തേർഡ് പാർട്ടി മാത്രമല്ല ഫാമിലി തേർഡ് പാർട്ടിയും ഇവിടെ ഉൾപ്പെടും. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു, ഒന്നുകിൽ നഷ്ടപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ ഹെർമിറ്റിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ട്. മാനസികമായും തളർന്ന അവസ്ഥയാണ്. അവരിൽ നിന്നും ചില സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള സന്തോഷങ്ങളോ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാര്യങ്ങളെ അവസാനിപ്പിച്ച് അവർക്ക് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തീരുമാനിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ ആരോ ഒരാൾ ഈ ഒരു സിറ്റുവേഷനെ അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചതിക്കുന്നതായി കാണുന്നു. കാരണം ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ 3 ആൾക്കാരെ ഇവിടെ കാണാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ അറിയാതെ തേർഡ് പാർട്ടി മറ്റ് ചില വ്യക്തികളുമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ടൈമോ സ്നേഹമോ എന്തോ മറ്റുള്ള വ്യക്തികൾക്ക് കൂടി കൊടുക്കുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതൊരു ചതിയാണ്, നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിട്ടുപോകുന്നു എന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഫാമിലി സംബന്ധമായിട്ട് നോക്കിയാൽ തന്നെയും വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ചില സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിൽ ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായതായി കാണുന്നുണ്ട്. ഓക്കെ, ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ചില സാമ്പത്തിക കാര്യങ്ങൾ മറ്റ് ചില വ്യക്തികൾക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും അതേ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില സാമ്പത്തിക കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് കൊടുത്തു. അപ്പോൾ അതേ പറ്റിയുള്ള ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളും ഒന്നുകിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപ്പറ്റി ചില കാര്യങ്ങൾ അവരുടെ ഇടയിൽ സംസാരമായി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ വരുന്നുണ്ട്. കർമ്മയാണ് എന്നുള്ള കാര്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ജഡ്ജിമെൻറ്റ് വന്നിട്ടുണ്ട്. ജഡ്ജിമെൻറ്റ് നിങ്ങളുടെ പേഴ്സണെ കർമ്മയെ ഓർമ്മിപ്പിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്.
എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? 3 ഓഫ് പെൻഡിക്കിൾ. ഇവിടെ തേർഡ് പാർട്ടി 100-ൽ 110% തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. വീണ്ടും 3 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെ പണമോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറിച്ചു മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കൊടുത്തതിനെ ചൊല്ലി നല്ല രീതിയിൽ വഴക്കും പ്രശ്നങ്ങളും നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഓവറോൾ എനർജി തന്നെ ഇവിടെ വാളം പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഓക്കെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ വെയിറ്റിങ്ങിലാണ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റിംഗ് കാണുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. 9 ഓഫ് വാണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനായിരിക്കും. ഏസ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ തേർഡ് പാർട്ടി എന്തായാലും ചീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. അതല്ലെങ്കിൽ തേർഡ് പാർട്ടി മറ്റൊരു റിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആരോ ഒരാൾ വെയിറ്റിംഗ് ആണ്. നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ള കാര്യത്തിൽ കൂടി ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് എംപറർ വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ വാക്ക് തർക്കത്തോടു കൂടി നിങ്ങൾ പേഴ്സൺ ഇരിക്കുന്നതായി കാണുന്നു. ഇമോഷണൽ അവിടെ ഇപ്പോൾ ഒട്ടുമില്ല. തേർഡ് പാർട്ടിയുമായിട്ട് ഒരു വിധത്തിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് അവിടെ പ്രണയമില്ലാതെ ഹെർമിറ്റാണ്. ഓക്കെ, ഇവിടെ ലവേഴ്സിൻ്റെ കാര്യം വന്നിരിക്കുന്നു. അതിനെ ചൊല്ലി പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയോ പേഴ്സണോ, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ. ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ വൈഫോ ഹസ്ബൻഡോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി അവിടെ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല. ഇത് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ അവരുടെ ഫാമിലി ആയിരിക്കാം ഇതേക്കുറിച്ച് അറിഞ്ഞിട്ട് ദേഷ്യപ്പെടുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവിടെ ഐസൊലേഷൻ ആയിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രെങ്ത് ഇല്ല. ആ റിലേഷന് ഒട്ടും മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? അവിടെ ഇഗ്നോറിങ് ആണ്. ഓക്കെ, ഒരിക്കലും അവർ ഇരിക്കുന്ന സ്ഥാനത്ത് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആണെങ്കിൽ അവർ അവിടെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു പേഴ്സണുമായിട്ട്, തേർഡ് പാർട്ടിയുമായിട്ട് മെൻ്റലി അറ്റാച്ച്മെൻ്റ് ഇല്ല. അവർ തങ്ങളിൽ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അറ്റാച്ച്മെൻ്റ് ഇല്ല. അതല്ല നിങ്ങളുടെ മെയിൽ പേഴ്സൺ ആണെങ്കിൽ അവിടെയുള്ള സ്ത്രീ, തേർഡ് പാർട്ടി ആരാണോ ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൂടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ റിലേഷനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മാനസികമായിട്ട് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ സ്ത്രീ, ആ സ്ത്രീക്ക് അതിലുള്ള ആ റിലേഷനിലുള്ള മെയിലുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരു എനർജിയിൽ കൂടിയാണ് പോകുന്നത്. അവരൊരു ചെറിയ നെഗറ്റീവ് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? അതാണ്ട് 3 ഓഫ് സോഡിൻ്റെ എനർജി. വളരെ പെയിൻഫുൾ സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയെ കാരണം ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ 100-ൽ 110% തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മറ്റൊരു തേർഡ് പാർട്ടി വന്നിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങളെക്കുറിച്ച് അവരുടെ ഫാമിലി അറിഞ്ഞിട്ടുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് മറ്റേതെങ്കിലും റിലേഷൻ ഉണ്ടായത് നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഇവിടെ ഓവറോൾ കാണുന്നത്. കിങ് ഓഫ് സോഡിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ്? തന്നെ അടുത്തതും വന്നിരിക്കുന്നു ചീറ്റിങ്. 7 ഓഫ് സോഡിൻ്റെ എനർജി. തേർഡ് പാർട്ടിയാണ് അവിടെയും വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയെ വിട്ടുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരണം. ഇവിടെ ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. 10 ഓഫ് പെൻഡിക്കിളാണ്. ഫാമിലിയിൽ തിരിച്ച് വരണം. ഓവറോൾ എനർജി ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ഫാമിലി കാർഡാണ്.
എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരണം. ഇതാരാണോ കാണുന്നത്, ഫാമിലി ആയാലും ലവേഴ്സ് ആയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നത്. കാരണം അവർ നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് വളരെ ഖരാബായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവർക്കതിൽ മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടി അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അവരുടെ മെസ്സേജ് കൂടി നോക്കാം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന്. ഓക്കെ, പ്ലീസ് KDP മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, ഈ എനർജിയെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ എനർജിയെ ബേസ് ചെയ്ത് എന്ത് മെസ്സേജാണ് പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്? പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. ആരാണ് ചീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകാം. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. തേർഡ് പാർട്ടി പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജ് നോക്കട്ടെ. പ്ലീസ് KDP മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ തേർഡ് പാർട്ടി, മനസ്സിൽ വിചാരിക്കുന്ന തേർഡ് പാർട്ടി ഇപ്പോൾ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്, ഇത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജ്, അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ വാളും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വാളും പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഓക്കെ, അവിടെ വാക്ക് തർക്കമാണ് നല്ല രീതിയിൽ നടക്കുന്നത്. ഞാൻ നിന്നെ ഇനി വിശ്വസിക്കില്ല. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കറക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ തേർഡ് പാർട്ടിയെ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നു ഞാൻ ഇനി നിന്നെ വിശ്വസിക്കില്ല. അപ്പം തേർഡ് പാർട്ടി അവിടെ ചതിച്ചിരിക്കുന്നു. കാരണം അവർക്ക് നിങ്ങളുടെ പേഴ്സണ് കർമ്മ ലഭിച്ചു. നിങ്ങളോട് ചെയ്തത് എന്താണോ അത് തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് വന്നു. ഏതോ ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇനി വിശ്വസിക്കില്ല, ഏതോ ലവ് തേർഡ് പാർട്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിശ്വാസ വഞ്ചന കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഈ മെസ്സേജാണ് തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്. ഇനി തേർഡ് പാർട്ടി എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ. തേർഡ് പാർട്ടി ഇവിടെ സാമ്പത്തികവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിളാണ്. പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് സാമ്പത്തികത്തിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഓക്കെ, പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ അവർക്ക് സാമ്പത്തികമാണ് വലുത്. ഓക്കെ, പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. അപ്പം നിങ്ങളുടെ പേഴ്സണെ കഴിയും ബെറ്റർ ആയിട്ടുള്ള ആരെങ്കിലും ലഭിച്ചപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി ചിന്തിക്കുന്നത്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാണ് അവരുടെ സ്ട്രെങ്ത് എന്ന്. അതിനോടൊപ്പം തന്നെ അവർ ആ ഒരു സാമ്പത്തികവും കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. ഓക്കെ, സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണാണ് അവർക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൊടുക്കുന്ന മെസ്സേജ് അതാണ്. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഈ ഒരു തെറ്റിദ്ധാരണ മാറി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി വെയിറ്റിങ്ങിലാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളോട് എന്താണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഉള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്ന് എന്തായാലും തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് എന്തായാലും കർമ്മ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ കാണുന്ന ഫീലിങ്സ് എന്താണ്? പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. വ്യൂസിനോടുള്ള കറണ്ട് ഫീലിങ്സ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അവിടെ നിന്ന് നല്ല രീതിയിൽ പണി കിട്ടിയപ്പോൾ നിങ്ങളായിരുന്നു ഏറ്റവും നല്ലതെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപാട് സ്നേഹം ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നു. നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പല വഴികളും നോക്കുന്നു. നിങ്ങളോട് ഇപ്പോൾ ഫിസിക്കലി ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. സെക്ഷൽ അട്രാക്ഷൻ കൂടുതലായിട്ടും നിങ്ങളോട് തോന്നുന്ന ഒരു സമയവും കൂടിയാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, ഇത് സെക്ഷൽ അട്രാക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ നിങ്ങളെ ഒരു കൺട്രോളിങ്ങിൽ നിർത്തണം എന്ന് കൂടി അവരാഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരണം എന്നവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് KDP മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്?
ഭയങ്കര വേദനയാണ്. നിങ്ങളെ ഇഗ്നോർ ചെയ്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നോക്കാതെ മറ്റൊരു നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയി. അതിനെ ചൊല്ലി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര വേദനയാണ്. കാരണം അവർ ചീറ്റ് ചെയ്തു, നിങ്ങളെ വേദനിപ്പിച്ചു, ചതിച്ചു. അപ്പോൾ അത് വലിയ തെറ്റായിപ്പോയി. അതിന് അവർക്ക് തിരിച്ച് കർമ്മ ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അവർക്ക് വേദന എടുക്കുന്നു. കാരണം നിങ്ങളെല്ലാം ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് ഫേസ് ചെയ്യുന്നതിന് മാനസിക സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിരുന്നു, ഒരുപാട് ലോയലായിരുന്നു, ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു. നിങ്ങൾ ഏത് സമയത്തും അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് പ്രസൻ്റ് ആയിരുന്നു. ഓക്കെ, ഒരു നല്ല സുഹൃത്തായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും ഏതിനും അവരുടെ ഒരു ബലമായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ഇപ്പോഴവർ ഓർക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ മുമ്പിൽ സമയത്തിന് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ടും യാചിച്ച് നിന്നിരുന്ന ഒരു സമയത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. തിരിച്ച് ഇനി നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങൾക്ക് അന്ന് തരാതെ പോയതെല്ലാം സമയവും സ്നേഹവും എല്ലാം തിരിച്ച് നൽകണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവരിപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ആയിരുന്നു എങ്കിൽ, ഇത്രയും നാൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് കപ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം കിട്ടേണ്ടത് കിട്ടിയപ്പം കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ കിട്ടാനുറക്കം വരില്ല എന്ന് പറയുന്നത് പോലെ നല്ലതുപോലെ കിട്ടിയപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹവും ഒക്കെ കവിഞ്ഞൊഴുകുന്നുണ്ട്. ഓക്കെ, എൻ്റെ ദൈവമേ. ഓക്കെ, ഇപ്പോൾ എന്തായാലും നിങ്ങളോടുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. മജീഷ്യനാണ്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളെ സ്വന്തമാക്കണമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. സമയം അനുകൂലമായി വരുന്നതിന് വേണ്ടി ഇപ്പോഴും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാകില്ല. സമയം അനുകൂലമായി വരുന്നത് വരെ അവർ വെയിറ്റിങ്ങിലാണ്. ഈ എനർജി വരുന്നത് സെൽഫ് ലവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ ചേസ് ചെയ്ത് ഇപ്പോൾ അവരുടെ പിറക്കി അവരെ കോൾ ചെയ്തും അങ്ങനെ പോകുന്നവർക്ക് ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ വഴക്കും ബഹളവും കിട്ടുന്നവർക്ക് ഈ ഒരു എനർജി ലഭിക്കില്ല. കാരണം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവർ കൂടുതലും തേർഡ് പാർട്ടിയിലേക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തോന്നത്തേ ഉള്ളൂ, നിങ്ങൾ ചേസ് ചെയ്യുന്നവരാണെങ്കിൽ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹെറോഫന്റ് വന്നിരിക്കുന്നത്? നിങ്ങളിലേക്ക് എത്തുവാൻ അവർ ചില വ്യക്തികളോട് ചില ആലോചനകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. ഫസ്റ്റ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് വാൻസ്. ഓക്കെ, നിങ്ങൾ ഇഗ്നോർ ചെയ്യുമെന്നവർ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പം മറ്റു ചില വ്യക്തികളെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുടെ സഹായത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു കയറാമെന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ദേവാലയങ്ങളിലൊക്കെ പോയി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് തോന്നി നിങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ചേസ് ചെയ്ത് ഞാൻ പ്രത്യേകം പറയാം, ഇന്നും നിങ്ങളുടെ പേഴ്സൻ്റെ കോൾ ചെയ്ത് പേഴ്സൻ്റെ വായിൽ നിന്ന് ഒരുപാട് വഴക്കം കേട്ടിട്ട് ഇരിക്കുന്ന വ്യക്തികൾക്കുള്ളതല്ല, സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ്. എനിക്കിനി ഈ ഒരു സിറ്റുവേഷൻ നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ സ്ട്രെങ്ത് എടുത്ത വ്യക്തികളുടെ പേഴ്സണാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണെ വീണ്ടും കോൾ ചെയ്ത് പേഴ്സൻ്റെ വായിരിക്കുന്നത് മുഴുവനും കേട്ടിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല. ഓക്കെ, അപ്പം മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കുള്ള എനർജിയാണ്. നിങ്ങളെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഫിസിക്കലി അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നു. സണ്ണിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ,
നിങ്ങൾ സ്വീകരിക്കൂ ഇല്ല എന്നുള്ള കാര്യം അത് നിങ്ങളുടെയാണ്. പക്ഷേ ഇത് അവരുടെ പ്ലാനിങ് ആണ്. അവർക്ക് നിങ്ങളോടുള്ള എനർജിയാണ്. തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത്. ഓക്കെ, അത് ഓരോരുത്തരും അനുഭവിച്ച വേദന അനുസരിച്ചിരിക്കും നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളോട് തരുന്ന മെസ്സേജ് എന്താണ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഓക്കെ, 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ചീറ്റിംഗ് ലഭിച്ചിരുന്ന വ്യക്തികളാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഒരുപാട് നിങ്ങളെ ചതിച്ചിട്ട് പോയത് കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അത്രയ്ക്ക് കുത്തി താഴെ ഇട്ടിട്ട് പോയ വ്യക്തിയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അനങ്ങാൻ വയ്യാത്ത രീതിയിൽ പോയതാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അവർക്ക് ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം നിങ്ങളെ പിറകിൽ നിന്നും ചതിച്ച് കുത്തിയിട്ട് നിങ്ങളെ നിലത്തിട്ടതിന് ശേഷം അവരുടെ പാട് നോക്കി പോയി. പക്ഷെ ഇപ്പോഴവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും വില മതിക്കാനാകാത്തതായിട്ടുള്ള ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് വരണമെന്നും ന്യൂ ബിഗിനിങ് വേണമെന്നും ആഗ്രഹിക്കുന്നു. ഇവിടെ 10 നമ്പറാണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ കാർഡാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരോട് പറയുന്ന മെസ്സേജ് പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിളാണ്. സണ്ണിൻ്റെ കാർഡാണ്. റീയൂണിയൻ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവരെ കൂടെ എന്തിനും അവരോടൊപ്പം നിന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും. പക്ഷേ അവരിപ്പോൾ അവരുടെ പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നിന്നതിനും അവർ താങ്ക്സ് പറയുന്ന ഒരു കാര്യമാണ്. ഏത് സമയത്തും നിങ്ങൾ അവരുടെ കൂടെ നിന്നതിന് നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കിത് റെസിനേറ്റ് ആയോ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നും കൂടി എടുത്ത് നിർത്തുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു റീയൂണിയൻ സാധ്യമാകുമോ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു റീയൂണിയൻ സാധ്യമാകുമോ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് റീയൂണിയൻ സാധ്യമാകും. തേർഡ് പാർട്ടിയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ 3 സ്റ്റിക്ക് ഉണ്ട്. അതിൽ ആ 3 സ്റ്റിക്കിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. റീയൂണിയൻ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. നിങ്ങൾ സുഹൃത്തുക്കളായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പഴയ കൂട്ടുകാരായിരിക്കാം. അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സൗഹൃദത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടി ഇവിടെ 3 തളിരുകളുള്ള 2 കമ്പുകൾ ഇവിടെ കാണാം. അതിനെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പിടിച്ചിരിക്കുന്നത്. 2 തളിരുകളുള്ള കമ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാകാൻ പോകുന്നു. റീയൂണിയൻ സാധ്യമാണ്. ഓക്കെ, രണ്ടാമത്തത് ഗോ വിത്ത് ഫ്ലോ പോകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. ദ ഫോളിൻ്റെ കാർഡാണ്. ഓക്കെ മദർ യൂണിവേഴ്സ്, ഒരു റീയൂണിയൻ സാധ്യമാകുമോ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ റീയൂണിയന് അവർ അഫർമേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് നടക്കുമോ എന്ന് അറിയത്തില്ല. കാരണം എർത്തിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ എനർജിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ തേർഡ് പാർട്ടിയും വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ്. അത് കാരണം അവർക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് കുറച്ച് കാലതാമസമാണ് എടുക്കുന്നത്. ചില കാര്യങ്ങൾ ഹിഡനാണ്. അപ്പം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവിടെ ഫാമിലി ആകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഗോ വിത്ത് ഫ്ലോ പോകട്ടെ. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വിഷമമാണെങ്കിൽ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. വിഷമമാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം ഇവിടെ വന്നിരിക്കുന്ന അത്രയ്ക്ക് പെയിൻഫുൾ സിറ്റുവേഷൻ വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വേദനിച്ചാണെങ്കിലും ആ ഒരു ഗോ വിത്ത് ഫ്ലോ പോകട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട്.
എങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓഫർ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ഷൻ ഇപ്പോഴേ എടുക്കില്ല. കാരണം ഒന്ന്, അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ പെയിൻഫുൾ അനുഭവിക്കുന്നു. രണ്ടാമത് എർത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എർത്ത് വളരെ സ്ലോ ആക്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാർഡുകാർക്ക് കുറച്ച് സമയം താമസിക്കും നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് റെസനേറ്റ് ആയെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. ഓക്കെ, കോൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യും, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.